ശ്രീ പുണ്ണുമഹാദ്, താങ്കൾ വിദ്യാഭ്യാസ രംഗത്തു കൂടി ഉള്ള ആളാണല്ലോ. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ ഉണ്ട് സാർ. അവ യാതൊരു തരത്തിലുള്ള സർക്കാർ നിയന്ത്രണത്തിലുമല്ല പ്രവർത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓട്ടോണമസ് കോളേജുകൾ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രഖ്യാതമായ കോളേജുകൾ പോലും ഓട്ടോണമസ് ആയിട്ടുണ്ട്. അക്കാഡമിക് ഓട്ടോണമി എന്നാണ് പ്രഖ്യാപനമെങ്കിലും എല്ലാ കാര്യങ്ങളും അവരവർ തന്നെയാണ് നടത്തുന്നത്. കാലപ്രവാഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടി വരും. കേരളത്തിൽ പൊതു രംഗത്ത് വിദ്യാഭ്യാസം ശക്തമായി നിൽക്കുമ്പോൾ തന്നെയും പ്രൈവറ്റ് പ്ലെയേഴ്സ് വരിക, അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് പ്രൊവൈഡ് ചെയ്യുക, അത് വാങ്ങാൻ കഴിയുന്ന ആളുകൾ വാങ്ങുക, ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകൂ? അല്ല, അങ്ങ് പറഞ്ഞ അതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ ഈ പ്രേംകുമാർ സാറ് പറഞ്ഞത് വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിയമത്തിനകത്താണ് അദ്ദേഹത്തിന് ആ ക്ലോസ് പറഞ്ഞത്. അത് അംഗീകരിക്കുന്നു, അത് അംഗീകരിക്കാതെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ ഈ വിദേശ സർവകലാശാല കുത്തൊഴുക്കൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ വരാൻ പോകുന്ന അസീം പ്രേംജിയെ പോലെയുള്ള, ജിൻഡാലിനെ പോലെയുള്ള, മണിപ്പാലിനെ പോലെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനവധി യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കൃത്യമായിട്ട് ഇതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടൽ എന്താ, അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സർക്കാരിന് ഇതിനകത്ത് ഫീസ് ഇനത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റില്ല. ഫാക്കൽറ്റികൾ ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലില്ല. ചാൻസലറോ പ്രോ ചാൻസലറോ തുടങ്ങി യാതൊരു വിധത്തിൽ അക്കാദമിക് നിയന്ത്രണവും സർക്കാരിനില്ല. സർക്കാർ ഇങ്ങനെ ഊഹം പോലെ ഞങ്ങൾ ഈ 40% സാമൂഹിക നീതി ഉറപ്പുവരുത്തും, സംവരണം ഉറപ്പുവരുത്തും. ഈ സംവരണം ഉറപ്പുവരുത്തലല്ലോ, സംവരണം ഉറപ്പുവരുത്തുന്ന വ്യക്തിക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തലല്ലേ. അതൊന്നില്ലെങ്കിൽ സർക്കാർ തയ്യാറാകണം, അല്ലെങ്കിൽ അത് യൂണിവേഴ്സിറ്റി തയ്യാറാകണം. അതല്ല അതിനകത്ത് ക്ലോസ് കൊണ്ടുവരേണ്ടത്. അതല്ല ഇവിടെ പറയുന്നത്. അങ്ങ് പറയുന്നത് പോലെ പണമുള്ളവനും മാത്രം സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ AI പഠിക്കുക, നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ BA മലയാളം മാത്രം പഠിച്ച് നടക്കുക. അപ്പോൾ BA മലയാളം പഠിക്കുന്ന മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥിയും പണമുള്ള ഒരാൾ AI പഠിക്കുന്ന വിദേശ സർവകലാശാല അല്ലെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റി AI പഠിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? അവിടെയാണ് നമ്മൾ ഇവിടെ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടണം എന്ന് പറയുന്നത്. സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് നമ്മളെതിരല്ല, വിദേശ സർവകലാശാലയ്ക്ക് നമ്മളെതിരല്ല. പക്ഷേ പ്രായോഗികമായിട്ടുള്ള ചില ഇടപെടലുകൾ കേരളത്തിൽ നടത്തേണ്ടതുണ്ട്. ഒന്നില്ലെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കൊപ്പം തന്നെ ഇവിടുത്തെ സർവകലാശാലകളെ അതേ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തിലേക്ക് ഉയർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്വകാര്യ മൂലധനം കേരളത്തിലേക്ക് ഇവർ യൂണിവേഴ്സിറ്റികളൊന്നും കേരളത്തിലെ വിദ്യാർത്ഥികളെ പ്രബുദ്ധ നിലവാരം ഉണ്ടാക്കിക്കൊണ്ട് വലിയ വ്യക്തിത്വങ്ങളാക്കാൻ വേണ്ടിയൊന്നും അവർ വരുന്നത്. അവർക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്. അവർ മൂലധന നിക്ഷേപം നടത്തുന്നത് പണം ഉണ്ടാക്കാനാണ് സാർ. അവരെന്തിനാണ് ഇപ്പോൾ 100, 500, 1000 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവർ 10,000 കോടി അതിൻ്റെ ലാഭക്കൊയ്ത്ത് കണ്ടിട്ടാണ് അവർ ഇവിടെ പണം നിക്ഷേപിക്കുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ കേരളത്തിൻ്റെ ഒരു സാമൂഹികമായ സാമ്പത്തിക സംവരണം ഉറപ്പുവരുത്തി ഇവിടുത്തെ എല്ലാവർക്കും സാമൂഹിക നീതി ഉറപ്പുവരുത്താനല്ല. അവിടെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായിട്ടില്ലെങ്കിൽ ആന്റണിക്ക് പറ്റി അതേ പറ്റി തന്നെ ഇവിടെ കൃത്യമായിട്ട് സംഭവിക്കും. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരും. ഇതേ SFIക്കും DYFIക്കും ഒക്കെ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട സാഹചര്യം വരും. നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ കപട രാഷ്ട്രീയമാണ് ഇവിടെ പറയുന്നത്. അവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സ്വകാര്യവൽക്കരണത്തെ അന്ധമായി എതിർക്കുക. ഇവിടെ എത്ര പ്രക്ഷോഭങ്ങളാണ് അവർ നടത്തിയത്. അതേസമയത്ത് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ആ നടപടികളെ മുഴുവൻ മാറ്റിക്കൊണ്ട് ഈ നിക്ഷേപത്തിന് അനുകൂലമായി നിൽക്കുന്നു. ഇത് അന്ന് ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പുഷ്പൻ ഉണ്ടാവില്ലല്ലോ, കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കൂ. ഇതിനകത്ത് ഇവർ പറയുന്ന പ്രേംകുമാർ പറഞ്ഞ സാധനത്തിൽ ചില ക്ലറിക്കൽ മിസ്റ്റേക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ, ഇതിനകത്ത് സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ട് ഇതിനെ സർവോപരി സർക്കാർ കൺട്രോൾ ചെയ്യുന്നു. ഒരു കൺട്രോളിംഗ് ഇല്ല സാർ. അങ്ങനെയുള്ള ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആ നിബന്ധനകൾ മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയിട്ട്? സ്വകാര്യ യൂണിവേഴ്സിറ്റി നിബന്ധനകൾ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വരില്ല. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ നിബന്ധനകളും മാറ്റി. ഇവിടെ മറ്റൊരു ക്ലോസ് ഉണ്ട്. ഇവിടെ സ്വകാര്യ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ സ്വാശ്രയ കോളേജുകളുടെ ബിൽഡിംഗ് 10 ഏക്കർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് തുടങ്ങാം? സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാം. അതിനർത്ഥം എന്താ? ഇവിടുത്തെ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ തകർച്ച നേരിടുന്ന എഞ്ചിനീയറിംഗ് മേഖലയുണ്ട്. കുറേ എഞ്ചിനീയറിംഗ് പൂട്ടിക്കിടക്കുകയാണ്. 10 20 ഏക്കറോ ഭൂമിയുണ്ട്. ആ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഏജൻസി അവിടെയുണ്ട്. അവർക്ക് അവിടെ എന്ത് തുടങ്ങാം? സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാം. അപ്പൊ കേരളത്തിൽ പാരൽ കോളേജുകൾ പോലെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളാണ് സാർ വരാൻ പോകുന്നത്. അതിൽ സർക്കാരിന് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അങ്ങനെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകരും. അതേസമയത്ത് ഒരു ഇന്റർനാഷണൽ നിലവിലുള്ള ഒരു 10 25 സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് അംഗീകാരം കൊടുക്കുന്നതെങ്കിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതല്ല സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ആർക്കും അംഗീകാരമുള്ള, കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാവുന്ന പശ്ചാത്തലമാണ് ഇതിനകത്തുള്ളത്. അതിനെയാണ് എതിർക്കേണ്ടത്. ഇപ്പോൾ ഒരു നിയതമായ ഒരു ഘടന വെച്ചോ ഒരു 25 സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ആദ്യഘട്ടമായി നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ 10ഓളം ഏജൻസികൾ നമ്മൾ കൊടുക്കും. അങ്ങനെ ഇതിനകത്ത് പറയുന്നില്ല. അപ്പൊ കേരളത്തിൽ വിദ്യാഭ്യാസ കച്ചവടത്തിന് അരങ്ങൊരുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇതിനകത്ത് നടക്കുന്നത്. വിദ്യാഭ്യാസ കച്ചവടം നടത്തുമെന്നുള്ളതാണ് താങ്കളുടെ